പ്രിയമുള്ളവരെ, മണിപ്പൂരിൽ നടന്നതായി ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതും നമ്മളെയൊക്കെ ഒത്തിരിയേറെ വേദനിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുമാണല്ലോ. അത്തരത്തിൽ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങളെയും ക്രൈസ്തവ വിശ്വാസ പീഡനങ്ങളെയും ശക്തമായി അപലപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. മണിപ്പൂരിലെ പ്രിയപ്പെട്ട ജനമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ സഹോദരിമാരെ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾക്ക് നീതി നേടി തരുന്നതിനും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിച്ചു തരുന്നതിനും നിങ്ങളുടെ മാനം രക്ഷിക്കാൻ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കാതെ പോയതിലൊക്കെ ഓർത്ത് മാപ്പ്. നിങ്ങൾക്കുണ്ടായ വേദനയിൽ ഭാരതത്തിലെ ഇന്ത്യയിലെ ഒരു പൗരനെന്ന നിലയിൽ ലജ്ജിച്ച് തലതാഴ്ത്തുന്നു. ഞങ്ങളുടെ കൂടെയുള്ള മതഭ്രാന്തന്മാരെ, മതതീവ്രവാദികളെ, മതമെന്ന ലഹരിക്ക് അടിമപ്പെട്ട് ഇന്ത്യ ഒരു മതരാജ്യ രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി നടക്കുന്ന തീവ്രവാദികളെ, വർഗീയവാദികളെ നേരിടുന്നതിൽ അവരുടെ ക്രൂരകരങ്ങളിൽ നിന്ന് നിങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയതിൽ ഒരു പശുവിന് വേണ്ടി പോലും അവകാശമുയർത്തുന്ന, സ്വരമുയർത്തുന്ന ആധുനിക ഭാരതത്തിൽ മനുഷ്യന് വേണ്ടി, ഞങ്ങളുടെ അമ്മ പെങ്ങന്മാർക്ക് വേണ്ടി, ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വരമുയർത്തുവാൻ, സംരക്ഷണം അതിൽ തീർക്കുവാൻ, ശബ്ദിക്കുവാൻ മനുഷ്യാവകാശ സംഘടനകളും വനിതാ ശാക്തീകരണ തൊഴിലാളികളും സാംസ്കാരിക നായകരെന്ന് അവകാശപ്പെടുന്നവരൊന്നും ഇല്ലാതെ പോയതിൽ പൊന്നു സഹോദരിമാരെ, ഹൃദയം തകർന്ന് കണ്ണീരിൽ കുതിർന്ന് മാപ്പ് ചോദിക്കുന്നു. മണിപ്പൂരിലെ കൺപൊക്കി ജില്ലയിലെ ബിപൈനോം വില്ലേജിൽ 2023 മെയ് മാസം 4-ാം തീയതി, അതായത് മെയ് മാസം 3-ാം തീയതി കലാപം തുടങ്ങിയതിന് തൊട്ടടുത്ത ദിവസം കുക്കി ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട 42ഉം 21ഉം വയസ്സുള്ള 2 സ്ത്രീജനങ്ങളെ പൂർണ്ണനഗ്നരാക്കി റോട്ടിൽ കൂടെ നടത്തി അവരുടെ ജനനേന്ദ്രിയങ്ങളിൽ ക്രൂരത കാണിച്ച് ക്രൂര ലൈംഗിക പീഡനത്തിനിരയാക്കിയ വീഡിയോ ലോക മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കണ്ണുനീരോടെല്ലാം നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. മണിപ്പൂരിലെ ക്രൈസ്തവ സമൂഹത്തെ തുടച്ചു മാറ്റാൻ വേണ്ടി അവിടുത്തെ മലയോരങ്ങളിലെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഭരണകൂടങ്ങളുടെ എല്ലാം ഒത്താശയോടെ പ്രവർത്തിക്കുന്ന അരംഭായ് ടൈങ്കോൾ, മൈത്തേയ് ലിപൂൺ, മൈത്തേയ് വോളണ്ടിയേഴ്സ്, മേര ഐബീസ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകളിൽപ്പെട്ട മതതീവ്രവാദികൾ ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അതിക്രൂരമായ രീതിയിൽ 2 സ്ത്രീ ജനങ്ങളെ ഭാരതാംബയ്ക്ക് മാനക്കേടുണ്ടാക്കിക്കൊണ്ട് അതിക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 77 ദിവസമായി തുടരുന്ന കലാപത്തിൽ ഇന്നുവരെ മൗനവ്രതത്തിലായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വേദനിപ്പിച്ച, ഞെട്ടിച്ച, ദേഷ്യം പിടിപ്പിച്ച ഈ വിഷയങ്ങൾ ഞങ്ങളുടെ അധികാര പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുത്തിരുന്ന പരമോന്നത നീതിപീഠത്തെ പോലും ഞെട്ടിച്ച് അടിയന്തര നടപടികളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ച ഈ പീഡനവും കൊലപാതകവും നടന്നിട്ട് പരാതി കിട്ടിയിട്ടും ഇന്നലെ വരെ ഒരു എഫ്ഐആർ പോലും ഇടാതിരുന്ന അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ, ഇന്ത്യയുടെ മാനം, ഇന്ത്യയുടെ ആത്മാഭിമാനം ഈ മതഭ്രാന്തന്മാരാൽ, ഈ രാഷ്ട്ര ഭീകരവാദികളാൽ വലിച്ച് കീറപ്പെട്ടല്ലോ എന്നോർത്ത് വേദന തോന്നുന്ന നിമിഷങ്ങളാണ്. എവിടെ പോയി നമ്മുടെ SC കമ്മീഷൻ? പീഡിപ്പിക്കപ്പെട്ടത് SC വിഭാഗത്തിൽ ട്രൈബ്സാണല്ലോ. എവിടെ പോയി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? എവിടെ പോയി കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പും മന്ത്രിയും? എവിടെ പോയി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര വകുപ്പും? ഇന്ത്യയെ G20 രാഷ്ട്രങ്ങളുടെ നേതാവായിട്ട് ലോകം മുഴുവൻ സമാധാന ദൂതുമായി പാഞ്ഞു നടക്കുന്ന നേതാവ് ആരും വരില്ല. കാരണം ആ സംസ്ഥാനം ഭരിക്കുന്നത് BJP-യാണ്. അത് മാത്രമല്ല, സംഘപരിവാർ നേതൃത്വം നൽകുന്ന ബിരേൻ സിംഗ് എന്ന അതിതീവ്ര സംഘപരിവാർ നേതാവാണ് സംസ്ഥാനം ഭരിക്കുന്നത്. അതുകൊണ്ട് ആരും വരില്ല. കഴിഞ്ഞ മാസം ഞങ്ങൾ 3 പേര് മണിപ്പൂരിൽ പോയി തിരിച്ചു വന്ന് കഴിഞ്ഞ് അവിടുത്തെ ഇത്തരത്തിലുള്ള ഭീകരവാദ അല്ലെങ്കിൽ ഭീകരത വാർത്താസമ്മേളനം നടത്തുകയും സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം പങ്കുവച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യത്വമില്ലാത്ത ചിലർ
വിളിച്ചു പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് കണ്ടു. നിങ്ങളെയൊക്കെ വിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത് ഇവിടുത്തെ മുസ്ലിം ലീഗും മുസ്ലിം തീവ്രവാദ സംഘടനകളും KPCCയും AICC ഒക്കെയാണെന്ന്. കണ്ണുകളെക്കാളും ഹൃദയത്തിനും മനുഷ്യ മനസ്സിനും അന്ധത ബാധിച്ച് പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾ പറയുവോ? ഇതിന് നിങ്ങൾ പറയില്ലേ അവരെ ചെയ്യിപ്പിച്ചതെന്ന്? അതോ നിങ്ങൾ പറയും? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ സഹോദരിമാരും പെൺമക്കളും വലിച്ചു ചീന്തപ്പെടുന്നത് ഇവിടെയാ. നമ്മുടെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ ശക്തികൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ തള്ളി പറയേണ്ടത്. അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ കാലം നമ്മളോടും എല്ലാവരോടും പകരം ചോദിക്കും, കണക്ക് ചോദിക്കും. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേദനിച്ചു, ഹൃദയം തകർന്നു. ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ, ദുരിത കാഴ്ചകൾ, മെയ് 3 തൊട്ട് നടക്കുന്ന അതിക്രൂര പീഡനങ്ങൾ, പ്രത്യേകിച്ച് ഈ മെയ് മാസം 4-ാം തീയതിയൊക്കെ നടന്ന അതിക്രൂര പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, വേദനിപ്പിക്കുന്ന ദുരന്തങ്ങൾ, അവിടുത്തെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും നിസ്സംഗതയും നിഷ്ക്രിയത്വം, ഇതെല്ലാം അങ്ങേക്കണ്ട് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 10ഓളം വരുന്ന ഗോത്രവർഗ പ്രതിപക്ഷ നേതൃത്വ ഗ്രൂപ്പുകളിൽപ്പെട്ട 10ഓളം പേര് 10 ദിവസം ഡൽഹി വന്ന് ക്യാമ്പടിച്ച് അങ്ങേ കാണാൻ ശ്രമിച്ചത്. അന്ന് അങ്ങേക്ക് സമയമില്ലായിരുന്നു. അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് സമയമില്ലായിരുന്നു. അന്ന് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ഈ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദുരിതമനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കൊന്നൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ തീവ്രവാദികളെന്ന് വിളിക്കാൻ നടക്കുന്ന തിരക്കിലായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും അവിടെ പോയി മൈറ്റേ സമൂഹത്തെ മാത്രം കാണാൻ സമയമുണ്ടായിരുന്നുള്ളൂ. ഇന്ന് സുപ്രീം കോടതിക്ക് ഞെട്ടി. ഇത്രനാളും ഇന്ത്യയിലെ ഭരണഘടന മുറുകെ പിടിക്കുന്ന, ഇവിടുത്തെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ജീവിക്കുന്ന ഇന്ത്യയിലെ ഓരോ പൌരന്റെയും അവസാന പ്രതീക്ഷയായിരുന്ന പരമോന്നത നീതിപീഠത്തിന്റെ പോലും നിശബ്ദതയുണ്ടല്ലോ. അതും ഈ മത തീവ്രവാദികളും രാഷ്ട്രവാദികളും ഇവിടുത്തെ വർഗീയവാദികളും എല്ലാം അവരുടെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ സഹായിച്ചില്ലേ? ഇന്ത്യയുടെ ആത്മാവ് കരയുക, നമ്മുടെ ഭരണഘടന നിലവിളിക്കുക. മതരാഷ്ട്രവാദ തീവ്രവാദ നിലപാടുകളുടെ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരെ യൂറോപ്യൻ യൂണിയൻ പോലും പ്രമേയം പാസാക്കി. എന്നിട്ടും നമ്മുടെ ഭരണകൂടത്തിന്റെ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. 112ഓളം ഡെഡ് ബോഡികളായി ഇന്നും അടക്കം ചെയ്യപ്പെടാതെ പെട്ടികളിൽ അവിടെയുള്ളത് 39ഓളം ഡെഡ് ബോഡികൾ ചർച്ചാപൂർ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് മാത്രമുണ്ട്. ഒരു ശീതീകരണ സംവിധാനങ്ങളുമില്ലാതെ സൂക്ഷിക്കപ്പെടുന്ന മണമടിക്കുന്ന ശവപ്പെട്ടികള്. ആർക്കും ഉത്തരവാദിത്വമില്ല, ഗവൺമെന്റിന് തിരിഞ്ഞു നോക്കാൻ സമയമില്ല. പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സിസ്റ്റം നിലനിൽക്കുന്ന മണിപ്പൂരിൽ ക്രൈസ്തവ ഗോത്ര സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിന് ആ സംസ്ഥാനത്ത് എങ്ങനെ സമാധാനം കൊണ്ടുവരാൻ പറ്റുന്നത്? ഒരിക്കലും സാധിക്കത്തില്ല. സംസ്ഥാന സർക്കാരിനെ അടിയന്തരമായി പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതിന് കേന്ദ്രം തയ്യാറാകണം. സ്റ്റേറ്റ് ആർമറികൾ കൊള്ളയടിച്ച് ആയുധങ്ങൾ കൊണ്ടുപോയിട്ടും നോക്കി നിന്ന സംസ്ഥാന സർക്കാർ ജനത്തിന് സുരക്ഷയൊരുക്കുന്നതിൽ പരാജയം തന്നെയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. മനസാക്ഷിയുള്ളവരെ, പ്രിയപ്പെട്ട ജനസമൂഹമേ, ഭരണഘടനയെ വിശ്വസിക്കുന്നവരെ, നിങ്ങൾ മണിപ്പൂരിലെ ജനങ്ങളുടെ നീതിക്കായും നമ്മുടെ അമ്മപെങ്ങന്മാരുടെ മാനം സംരക്ഷിക്കുന്നതിനായും ഭരണഘടന നെഞ്ചിലേക്ക് നിങ്ങളുടെ സ്വരമുയർത്തണം. മണിപ്പൂർ ജനതയ്ക്ക് വേണ്ടി സ്വരമുയർത്തുന്ന ഓരോരുത്തരെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നാഷണൽ സെക്യൂരിറ്റീസ് ആക്ട് പോലെയുള്ള നിയമങ്ങൾ ചുമത്തി ജയിലിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും ഞങ്ങൾ ഇവിടെ ശബ്ദമുയർത്തുകയാണ്. നാളെ എനിക്കെതിരെയും വരും. ഇത് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് നല്ല ഉറപ്പച്ച സൂചനകളൊക്കെ പലരും തന്നിട്ടുണ്ട്. ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ട്. എന്നാലും ഞാനൊരു കാര്യം പറയാം. എന്ത് സംഭവിച്ചാലും ഞാനൊരു കാര്യം പറയാം. ഇതുപോലുള്ള ക്രൂരതകള്, മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങള്, എന്റെ പെങ്ങന്മാരും അമ്മമാരും അടക്കമുള്ളവര് ഇതുപോലെ പൊതുസമൂഹത്തിൽ വലിച്ചു ചീന്തപ്പെടുമ്പോൾ നിശബ്ദനായി ആനന്ദമില്ലാതെ നട്ടല് പണയം വെച്ച് കുനിഞ്ഞു നിൽക്കുന്നതിനേക്കാളും നല്ലത് അന്തസ്സോടെ ഇതിനെതിരെ സ്വരമുയർത്തിയിട്ട് മരിക്കുന്നത് തന്നെയാണ്. ഇത്രയെങ്കിലും എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ എന്റെ മനസ്സാക്ഷി എന്നോട് കണക്ക് ചോദിക്കും. നാളെ ദൈവസന്നിധിയിൽ എനിക്ക് നീതി ലഭിക്കത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാരതത്തിലെ പ്രിയപ്പെട്ട ജനമേ, നിങ്ങളുടെ മുമ്പിൽ കേഴുക നമ്മുടെ അമ്മമ്മമാർക്ക് വേണ്ടി, പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റില്, മണിപ്പൂർ പ്രത്യേകിച്ചും വേദന അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്വരമുയർത്താം.